ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറി റെഡിയാക്കി എടുത്താലോ. കേരമീനാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. കുടംപുളിയും ചുമന്ന മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് തനി നാടൻ സ്റ്റൈലിലൊരു മീൻ കറി. ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഫിഷ് കറിയാണേ. ഷോപ്പിൽ വെച്ച് തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ ഫിഷ് മേടിക്കുന്നത്. അവരാകുമ്പോൾ നല്ല പാകത്തിൽ നമുക്കത് സ്ലൈസ് ചെയ്ത് തരും കേട്ടോ. ഫ്രൈ പീസ് വേണമെങ്കിൽ അങ്ങനെ, കറി പീസ് വേണമെങ്കിൽ അങ്ങനെ. എന്തായാലും കട്ട് ചെയ്യിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് നമുക്ക് ഈസി അല്ലേ. ഞാനിപ്പോൾ കറി കട്ടാണ് ചെയ്യിപ്പിച്ചെടുക്കുന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സ്വല്പം ഉപ്പ് അല്ലെങ്കിൽ വിനീഗർ ആഡ് ചെയ്ത വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം 2-3 പ്രാവശ്യം ടാപ്പ് വാട്ടറിൽ റിൻസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ. ഒട്ടും തന്നെ ചോരമയം ഉണ്ടാവില്ല. വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളയണേ. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നാടൻ കറി ആയതുകൊണ്ട് നമ്മുടെ മൺചട്ടി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. ചൂട് വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി ചോപ്പ് ചെയ്തതും, കുറച്ച് കരിവേപ്പില, 2-3 പച്ചമുളക്, 4-5 വറ്റൽമുളക്, ഒരു കുഞ്ഞു സവോള, ഇത്രയും ചോപ്പ് ചെയ്തത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്കിട്ട് വഴറ്റിയെടുക്കാം. നേരിയതായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്ത് സവോളയൊക്കെ ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആകുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് റോസ്റ്റ് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യണം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2-3 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ നമ്മുടെ എരിവിനനുസരിച്ച്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒരു നുള്ള് കായം പൊടി. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലൊരു ഫ്രേഗ്രൻസ് വരുന്നിടം വരെ ഈ പൗഡേഴ്സ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പൗഡേഴ്സ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പാകത്തിന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുവേ. ദേ ഈ ഒരു പാകം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നേരത്തെ സ്വല്പം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുടംപുളിയാണ് കേട്ടോ. ഒരു 5-6 പീസ് കുടംപുളി ഞാൻ എടുത്തിട്ടുണ്ട്. മീൻ വേകാൻ ആവശ്യമായ വെള്ളം കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന വെള്ളത്തിനനുസരിച്ചാണ് ഗ്രേവി ഉണ്ടാവുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുത്തിട്ട് ഈ മിക്സ് ബോയിൽ ചെയ്യുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. മിക്സ് ബോയിലായി എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ പീസസ് ഇട്ട് കൊടുക്കാം. ടൂണ ഫിഷിൻ്റെ മീറ്റ് സ്വല്പം ഹാർഡാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കുക്കിംഗ് ടൈം ഉണ്ട്. മറ്റ് മീൻ കറി എല്ലാം ചെയ്യുന്നതിനെക്കാട്ടിലും സ്വല്പം കൂടുതൽ സമയമെടുക്കും കേര മീൻ കറി റെഡിയാവാൻ. എരിവും ഉപ്പും പുളിയും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നത്. മിക്സ് ഒന്നും കൂടെ നന്നായിട്ട് ബോയിൽ ആയിക്കോട്ടെ. ഉപ്പ് പാകത്തിനുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കുറച്ച് ഫ്രഷ് കറി ലീവ്സ് ഒന്ന് ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. മിക്സ് ബോയിൽ ആവുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് മീൻ പാകത്തിന് കുക്ക് ചെയ്തെടുക്കണം. പാകത്തിന് കുക്കായി കഴിഞ്ഞാൽ മീൻ സോഫ്റ്റായി വരും കേട്ടോ. ഗ്രേവി നല്ല തിക്കായിട്ട് വേണ്ടവർക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ചും കൂടെ സമയം ഒന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കണേ. കറി നമ്മുടെ പാകത്തിനായി കഴിഞ്ഞാൽ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യുക. എന്നിട്ട് സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മീൻ കറി കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അതേപോലെ തന്നെ നല്ല ഫ്രേഗ്രൻസും ആയിരിക്കും കേട്ടോ. കറി ഒന്ന് കവർ ചെയ്ത് വെക്കുവാണേ. ഇപ്പോഴും ചെറുതായിട്ട് ബോയിൽ ചെയ്യുന്നുണ്ട്. ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ആ മൺചട്ടിയുടെ ചൂട് നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ബോയിൽ ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഈ മീൻ കറി സെർവ് ചെയ്യാൻ പോകുന്നത് വൈറ്റ് റൈസിൻ്റെ കൂടെയാണ് കേട്ടോ. ഈ കറിയുടെ കൂടെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഒരു സൈഡ് ഡിഷ് ആയിട്ടും കൂടെ സെർവ് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ലഞ്ച് ആയിരിക്കും. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ.